മക്കളെ, എല്ലാവരുടെയും പരീക്ഷയൊക്കെ കഴിഞ്ഞോ? സ്കൂളൊക്കെ അടച്ചോ? പുറത്തൊക്കെ നല്ല വെയിലുണ്ട്. വെയിലാറുന്ന സമയം നോക്കി വേണം പുറത്തൊക്കെ കളിക്കാൻ കേട്ടോ. ഇന്നത്തെ കഥ കേൾക്കാം നമുക്ക്. ഒരു ആപത്ഘട്ടം വന്നപ്പോൾ സ്വന്തം കാര്യം നോക്കി മാത്രം രക്ഷപ്പെട്ടു പോയ തവളയുടെ കഥയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. നമുക്ക് കഥ കേൾക്കാം. ഒരിടത്ത് 4 കൂട്ടുകാരുണ്ടായിരുന്നു. ആരൊക്കെയാണെന്നോ? തവളയും ചുണ്ടലിയും ഈച്ചയും ഉറുമ്പും. ഇവരെല്ലാവരും ചേർന്ന് ഒരു ദിവസം നടക്കാനിറങ്ങി. നടന്ന് അവർ ഒരു പുഴയുടെ അരികിലെത്തി. അപ്പോഴാണ് അവർ ഓർത്തത്, പുഴ കടക്കണ്ടേ, എന്തു ചെയ്യും? ഉടനെ തവള പറഞ്ഞു, നമുക്ക് നീന്താം. ഇത് കേട്ടപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് നീന്താൻ അറിയില്ലല്ലോ. എല്ലാവരും കൂടെ പറഞ്ഞു. ഇത് കേട്ട തവള അവരെ കളിയാക്കി, അയ്യേ, നീന്താൻ അറിയില്ലേ, കഷ്ടം തന്നെ. എനിക്ക് നീന്താനും ചാടാനുമൊക്കെ അറിയാമല്ലോ. എന്നിട്ട് തവള ഒറ്റച്ചാട്ടത്തിന് പുഴയിലേക്ക് ചാടി. നീന്തി അപ്പുറത്തെത്തി. ഈ സമയം ചുണ്ടലിക്കും ഈച്ചയ്ക്കും ഉറുമ്പിനും ആകെ സങ്കടം വന്നു. ഒരു ആപത്ഘട്ടം വന്നപ്പോൾ ഞങ്ങളെ ഒഴിവാക്കി തവള ഒറ്റയ്ക്ക് പോയില്ലേ. തവളയോട് ദേഷ്യവും കൂടെ വന്നു അവർക്ക്. എന്നിട്ട് അവർ 3 പേരും കൂടി ആലോചിക്കാൻ തുടങ്ങി, എങ്ങനെ പുഴ കടക്കും. അങ്ങനെ അവർ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. ചുണ്ടലി എങ്ങോട്ടോ പോയി, ഉറുമ്പും എങ്ങോട്ടോ പോയി. എന്നിട്ട് ചുണ്ടലി ഒരു ചിരട്ടയും ഒരു ഇലയും കൊണ്ടുവന്നു. ഉറുമ്പ് വയലിൽ നിന്ന് ഒരു വൈക്കോൽ തുണ്ടും കൊണ്ടുവന്നു. ഈച്ചയാണെങ്കിൽ ഒരു വലിയ നൂലുമായി പറന്നു വന്നു. 3 പേരും കൂടെ ചേർന്ന് ചിരട്ടയിൽ വൈക്കോൽ കഷ്ണം കുത്തി നിർത്തി. അതിൽ ഇല ചേർത്ത് വെച്ചു നൂലുകൊണ്ട് മുറുകെ കെട്ടി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കൊച്ചു വള്ളം തയ്യാറായിരിക്കുന്നു. അവർ പതുക്കെ ആ വള്ളം പുഴയിലോട്ട് ഇറക്കി. എന്നിട്ട് 3 പേരും പതുക്കെ അതിൽ കയറിയിരുന്നു. ഇലയിൽ കാറ്റു തട്ടുമ്പോൾ തോണി പതുക്കെ നീങ്ങാൻ തുടങ്ങി. അവർക്ക് സന്തോഷമായി. ഹായ്, നല്ല രസം, ഈച്ച പറഞ്ഞു. അതെ, ഉറുമ്പും എലിയും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. തവള ഈ സമയം അപ്പുറത്തെത്തിയിരുന്നു. കൂട്ടുകാരെ വീണ്ടും കളിയാക്കാനായി അവൻ തിരിഞ്ഞു നോക്കി. അപ്പോഴതാ ഒരു കൊച്ചു വള്ളത്തിൽ 3 പേരും കൂടെ വരുന്നു. ഇത് കണ്ടപ്പോൾ തവളയ്ക്ക് ആകെ നാണമായി. അല്ലെങ്കിൽ എങ്ങനെ നാണിക്കാതിരിക്കും? അവർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് വഞ്ചിയുണ്ടാക്കി തുഴഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമെന്ന് തവള ആലോചിച്ചിട്ട് പോലുമില്ല. അതാണ് കൂട്ടുകാരെ പറയുന്നത്, സ്വന്തം കാര്യം നോക്കി മാത്രം നമ്മൾ എപ്പോഴും നടക്കരുത്. നമ്മളുടെ കൂടെയുള്ളവരെ കൂടെ നമ്മൾ സഹായിക്കണം. മറ്റുള്ളവരെ ആപത്ഘട്ടത്തിൽ സഹായിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർക്ക് അവസാനം ദുഃഖം മാത്രമായിരിക്കും കിട്ടുക. ഇതിലെ തവളയെ പോലെ ആകരുത് കൂട്ടുകാരെ നിങ്ങൾ കേട്ടോ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഒരിക്കലും കൈവിടരുത്. കഥ ഇഷ്ടപ്പെട്ടോ? എന്നാൽ ഇനി അടുത്ത കഥയുമായി ഞാൻ നാളെ വരാം. കൂടുതൽ കഥ കേൾക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ആരുടെ കഥയാണ് വേണ്ടതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ.